അവരുടെ കയ്യിൽ ഞാൻ വേദഗ്രന്ഥത്തോടൊപ്പം ഒരു മീസാന, ഒരു ത്രാസിനെയും ഒരു തുലാസിനെയും കൊടുത്തുവിട്ടിരുന്നുവത്രേ. ആ തുലാസ് നീതിയുടെ തുലാസാണ്. എന്ന് നിങ്ങൾക്ക് നീതി നഷ്ടപ്പെടുന്നുവോ എന്ന് സ്വജനപക്ഷപാതത്വവും അഴിമതിയും കൊടികുത്തി വാഴുമോ? ഇന്നും നമ്മൾ കേൾക്കുന്നതാണ് സ്വജനപക്ഷപാതത്വവും അഴിമതിയും കൊടികുത്തി വാടുക. മഹാനായ നീതിയുടെ പര്യായമായി അറിയപ്പെട്ട മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു തമ്മിലൊരു തർക്കമുണ്ടായി. അവരുടെ തർക്കം തീർക്കാൻ ന്യായാധിപനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലെത്തി. ആരാണ് വാദി? ഉബയ്യ് ഇബ്നു കഅബ് എന്ന സാധാരണക്കാരന്. പ്രതിയോ അമീറുൽ മുഅ്മിനീൻ സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് വാദിയും പ്രതിയും അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലെത്തി. അമീറുൽ മുഅ്മിനീനെ കണ്ടപ്പോൾ രാജാവാണ്. അബൂ മൂസൽ അശ്അരി കീഴുദ്യോഗസ്ഥനാണ്. അമീറുൽ മുഅ്മിനീനെ കണ്ടപ്പോ താൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിട്ട് താൻ ഇരുന്നിരുന്ന് വിരിപ്പെടുത്തിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ അങ്ങിവിടെ ഇരുന്നാലും അമീറുൽ മുഅ്മിനീൻ. പൊട്ടിത്തെറിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, അത്ര അബൂ മൂസ, നിന്നിൽ നിന്ന് ഞാൻ നീതി പ്രതീക്ഷിക്കുന്നില്ല അബൂ മൂസ, നിന്നിൽ നിന്ന് ഞാൻ നീതി പ്രതീക്ഷിക്കുന്നില്ല അബൂ മൂസ. ഈ എന്റെ അമീറുൽ മുഅ്മിനീൻ ഒരു പ്രതിയായി കടന്നു വന്ന എന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിച്ചതെന്നിന്, നീ ഇരുന്ന ഇരിപ്പിടം എനിക്ക് തന്നതെന്നിന്, ഉബയ്യ് ഇബ്നു കഅബിനേക്കാൾ നീ എന്നെ ആദരിച്ച് ബഹുമാനിച്ചിരിക്കുന്നുവെങ്കിൽ നിനക്കെന്നെ പേടിയാണ് അബൂ മൂസ. നീ നീതിമാനല്ല, നീതി നിർവഹിക്കാൻ നിനക്ക് കഴിയില്ലെന്ന്, നീ അമീറുൽ മുഅ്മിനീനോട് സ്വജനപക്ഷപാതിത്വം നടത്തുന്നവനാണെന്ന് തനിക്ക് വേണ്ടി പ്രത്യേക ഇരിപ്പിടം ഒരുക്കിയ തന്റെ കീഴുദ്യോഗസ്ഥനോട് നിശിതമായ ഭാഷയിൽ പറഞ്ഞു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആരെയും പേടിച്ചിട്ടല്ല, ആരെയും ഭയന്നിട്ടല്ല, ഏത് സമയത്തും നീതി തുലാസിനെ കയ്യിൽ പിടിക്കുന്ന, നീതി നിർവഹിക്കുന്ന നീതിമാന്മാര് നഷ്ടപ്പെട്ടു പോയാൽ പേടിച്ചിട്ടല്ല. ഇന്റെ കണ്ട മഹാനായ അബുൽ ഹസൻ അലി അന്നദ്വി അലീമിയാൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ അടുക്കലോട്ട് കടന്നു ചെന്നു. ഇന്ത്യ രാജ്യത്തെ കിടുകിടാവറപ്പിച്ച അടിയന്തരാവസ്ഥ ഇന്ത്യക്ക് സമ്മാനിച്ച ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ ഉരുക്കു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, മിസ്സിസ് ഇന്ദിരാഗാന്ധി അബുൽ ഹസൻ അലി നദ്വിയുടെ വീട്ടിലേക്ക് കയറിച്ചു. നമ്മളാണെങ്കിൽ മുഖ്യമന്ത്രി എങ്ങാനും വരുന്നു നമ്മുടെ വീട്ടിലേക്കെന്ന് കേട്ടാൽ എന്താ വിഷയം? നമ്മുടെ ആ റോഡ് വരാൻ നമ്മൾ വീണ്ടും ടാർ ചെയ്തോളാം. ഒറ്റ രാത്രി കൊണ്ട് മുഖ്യമന്ത്രി വരാൻ പോവാ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നിന്റെ വീട്ടിലോട്ട് വരുന്നു, എന്താ ഒരുക്കം? മഹാനായ അലിമിയാൻ അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ അടുക്കലേക്ക് ഇന്ദിരാഗാന്ധി കടന്നു ചെന്നിട്ട് പറഞ്ഞു, പത്ര മഹാനവറുകളെ, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ. ഇന്ദിരാഗാന്ധി, മഹാനവറുകളെ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ആ സമയത്ത് മഹാനായ അബുൽ ഹസൻ അലി നദ്വി സാഹിബ് അദ്ദേഹം പറഞ്ഞു പത്ര ഇന്ദിരാഗാന്ധിയോട്, എല്ലാ രാത്രിയിലും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നീതിമാന്മാരായ ഭരണാധികാരികൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. എന്റെ ദുആയിൽ പെടണമെങ്കിൽ നിങ്ങൾ നീതിമാനായൊരു ഭരണാധികാരിയായാൽ മതി. നദ്വിയുടെ മറുപടി വന്നു, എല്ലാ തഹജ്ജുദിന് ശേഷവും നീതിമാന്മാരായ ഭരണാധികാരികൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ പെടണമെങ്കിൽ നിങ്ങൾ നീതിമതിയായ ഒരു ഭരണാധികാരിയായാൽ മതി എന്ന് മറുപടി പറഞ്ഞു അല്ലമ അബുൽ ഹസൻ അലി നദ്വി. ഇദാ റുഫിയൽ അദ്ലു മിനൽ ഹുക്കാം, ഭരണാധികാരികളിൽ എന്ന് നീതി നിഷേധിക്കപ്പെടുന്നുവോ, എന്ന് നീതി നഷ്ടപ്പെടുന്നുവോ, അന്ന് അസ്വസ്ഥമായ ഒരു ജനവിഭാഗം ഉണ്ടാകും. ആ അസ്വസ്ഥത നമ്മുടെ നാടിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ഞാനതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ ഞാൻ എത്രണ്ണം പറഞ്ഞു? 3. ഒന്ന് പറഞ്ഞേ. ചക്ക കുഴഞ്ഞ പോലെ കുഴഞ്ഞു. ഒന്ന് പറ. ഞാൻ പറഞ്ഞ ആദ്യം പോലെ പറഞ്ഞ 3 എണ്ണം പറ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയണ്ടേ? 1. അത് രണ്ടാമത് ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഉപോത്ബലകമായിട്ട് പറഞ്ഞില്ല. ആദ്യത്തെ ഇദാ റുഫിയൽ ബറക്കത്തു മിനൽ അർളി, ഭൂമിയിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയാൽ. 2, ഇദാ റുഫിയ റഹ്മത്തു ഫീ ഖുലൂബിൻ നാസ്, ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം നഷ്ടപ്പെട്ടു പോയാൽ.
3 ഇപ്പൊ പറഞ്ഞത് ഇദാ റുഫിഅൽ അദ്ലു മിനൽ ഹുക്കാമി, ഭരണാധികാരികളുടെ കയ്യിൽ നിന്ന് നീതി നഷ്ടപ്പെട്ടു പോയ. 4 ഇനി കേട്ടോളി, അവനാന്റെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ. നാലാമതായി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, 4ാമത്തെ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നിവിടെ നമ്മൾ ഒത്തിരി നേരം സംസാരിക്കൂല, ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അവസാനിപ്പിക്കും. 1 മണിക്കൂറാ പറയും. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന നവംബർ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ തിരുവനന്തപുരം പൂന്തുറയിൽ വെച്ച് മൗലാന കോയ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളുടെ പേരുള്ള KMCT കോയ മൗലാന ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിന്റെ 1-ാം വാർഷികവും വിപുലമായ പരിപാടികൾ നടക്കണം. 4-ാം തീയതി ബഹുമാനനായ സിംസാറുൽ ഹഖ് ഹുദവി അബുദാബി അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉണ്ടാവും. 5-ാം തീയതി ഇന്ത്യൻ മുസൽമാന്റെ ധീരശബ്ദ ബഹുമാനപ്പെട്ട മൗലാന സയ്യിദ് അർഷദ് മദനി MP, കുവൈറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ, അറബ് പണ്ഡിതർ ഒക്കെ പങ്കെടുക്കുന്ന വിശാലമായ സദസ്സും സമാപന ദിവസം ഈ വിനീതന്റെ പ്രഭാഷണം ഉണ്ടാവും. 5-ാം തീയതി ദുഃഖിതരോട് എന്നതാണ് വിഷയം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ ദിവസം 5-ാം തീയതിയാണ് സമാപനം. ഇൻഷാ അല്ലാഹ് എല്ലാവരും പൂന്തുറയിലെത്തൂലേ? 5-ാം തീയതി ബഹുമാനരായ അറബ് പ്രമുഖരും മൗലാന സയ്യിദ് അർഷദ് മദനി MP ഒക്കെ പങ്കെടുക്കുന്ന സദസ്സിൽ അവസാനം ദുആയിലും ദുഃഖിതരോട് എന്ന ഒരു പുതിയ വിഷയം. എന്തെങ്കിലും മനസ്സിൽ ദുഃഖമുള്ളവരൊക്കെ വരും. ഇൻഷാ അല്ലാഹ് സന്തോഷമുള്ളവരും വരെ അല്ലാഹു സന്തോഷം വർദ്ധിപ്പിച്ചിരട്ടെ. അത് 1 മുതൽ 5 വരെ പൂന്തുറയിൽ നടക്കാൻ. അക്കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് 5-ാം തീയതിയാണ് സമാപനം ഓർമ്മിപ്പിക്കും. 4ാമത്തെ കാര്യം ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. 4 നാലാമതായി ഹബീബായ നബി തങ്ങൾ പറയാ, ഇദാ റുഫിഅൽ ഹയാഉ മിനൻ നിസാ, ഇദാ റുഫിഅൽ ഹയാഉ മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് ലജ്ജ ഉയർത്തപ്പെട്ടു കഴിഞ്ഞാൽ 4ാമതായി ലോകാവസാനത്തിന് മുമ്പ് നടക്കുന്ന മൂല്യച്യുതിയുടെ നേർക്കാഴ്ചകളുടെ വർണ്ണവിസ്മയങ്ങൾ പറഞ്ഞു തന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ 4ാമത്തേത് ഇദാ റുഫിഅൽ ഹയാഉ മിനൻ നിസാ, ഒരു സ്ത്രീത്വത്തിന്റെ അടയാളമായ, ഒരു സ്ത്രീയെ സ്ത്രീയാക്കി മാറ്റുന്ന ഏറ്റവും വലിയ മൂല്യമായ ലജ്ജ അവളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, ഏത് സമയത്ത് പെണ്ണിൽ നിന്ന് ലജ്ജ ഉയർത്തപ്പെടുന്നുവോ, ലജ്ജയില്ലാത്ത നാണമില്ലാത്ത സ്ത്രീകളുടെ ഒരു കാലം നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചുകൊള്ളണേ. ലജ്ജയില്ലാത്ത പെണ്ണുങ്ങൾ, പെണ്ണിന്റെ ലജ്ജ നശിച്ചു എന്നാൽ പിന്നെ വെണ്ണീറിനേക്കാൾ മോശമാണ് പൊന്നേ. മഹാനായ തടവാസ്താട് നമ്മളെ ഓർമ്മപ്പെടുത്തിയ, പെണ്ണിന് ലജ്ജ നശിച്ചു എന്നാൽ പിന്നെ വെണ്ണീറിനേക്കാൾ മോശമാണ് പൊന്നേ. ഒരു ലോകത്തിന്റെ, ഒരു സമൂഹത്തിന്റെ ആധാരശിലയായ പെണ്ണ്, ആ പെണ്ണിനെ പെണ്ണ് എന്ന സ്ത്രീത്വത്തിന്റെ സത്വത്തിന് നിലനിർത്തുന്നത് അവൾക്ക് ലജ്ജ എന്ന വികാരമോ, ആ ലജ്ജ എന്ന സ്ത്രീ സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നുവോ, ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നത്, കേൾക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്, ആണും പെണ്ണും തമ്മിലുള്ള പെരുമാറ്റത്തിന് മൂല്യത്തിന്റെ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന, ആണും പെണ്ണും തമ്മിൽ കൂടിക്കലരുന്നത് പാപമല്ല എന്ന് കരുതുന്ന, ആണും പെണ്ണും തമ്മിൽ സങ്കലനമാകുന്നത് പാപമല്ല എന്ന് കരുതുന്ന, പാതിരാത്രിയിൽ അന്യപുരുഷനുമായി സല്ലപിക്കുന്നത് പാപമല്ല എന്ന് കരുതുന്ന, അന്യപുരുഷന്റെ സ്പർശനം തന്റെ ശരീരത്തിലുണ്ടാകുന്നത് അത് പാപം പോലുമല്ല എന്ന് കരുതുന്ന ആധുനിക ലോകത്തിന്റെ പെൺമക്കളെ കാണുമ്പോ
ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന എല്ലാ ദുരന്തവാർത്തകളുടെയും പുറകിലെ പ്രധാനപ്പെട്ട ഹേതു പെണ്ണിന് ലജ്ജ എങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ എന്നെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്നെ പെണ്ണാക്കി മാറ്റുന്നത് ലജ്ജയാണ്. ഒരന്യപുരുഷനോട് അമിതമായി സംസാരിക്കാത്ത, ഒരന്യപുരുഷന്റെ സ്പർശനമേക്കാത്ത, ഒരന്യപുരുഷനുമായി ജീവിതത്തിൽ ഇടപെടേണ്ടി വരാത്ത, ഞാൻ നിങ്ങളോട് വിശുദ്ധമായ ഖുർആന്റെ ഒരു സംഭവത്തിന്റെ ഒരൽപ്പം പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഈ കൈരളി ഓഡിറ്റോറിയത്തിൽ എന്നെ കേൾക്കാനെത്തിയ പെണ്ണുങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഒരു അവകാശവാദം പറയാൻ കഴിയുമെങ്കിൽ പറയാൻ കഴിയുക. ഖുർആൻ ഈ ചരിത്രം ഇങ്ങനെ വിശാലമായി പറയുന്നത് എന്തിനാ? അല്ലാഹു ചരിത്രവും കഥയും പറയുന്നത് കേട്ടിട്ട് രസിക്കാനല്ല. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് ഗുണപാഠത്തിന് വേണ്ടിയാണ് കഥ പറയുക. ആ ഖുർആനിലെ 114 അധ്യായത്തിനാകെ പേര് വെച്ചത് മറിയമിന്റെ പേരാ. ആരാ മറിയം എന്നറിയോ? ആ മറിയം ബീവിയുടെ സംഭവത്തിൽ പറയുന്ന ഒരു ആയത്ത് പറയാനാണ് നിങ്ങളോട് ഞാനിത് ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹു മറിയം ബീവിയുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതകരമായ ഒരു ചരിത്രം പറയവേ, വദ്കുറു ഫിൽ കിതാബി മറിയം ഇതിന് തബദത്തു മിൻ അഹ്ലിഹാ വമകാനന ശർഖിയാ. മഹദിയായ മറിയമിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ പെൺ സമൂഹമേ? ഇതിന് തബദത്തു മിൻ അഹ്ലിഹാ മകാനന ശർഖിയാ. തന്റെ വീട്ടിൽ നിന്ന് കിഴക്ക് ഭാഗത്തുള്ള മരുഭൂമിയിലേക്ക് മറിയം കുളിക്കാൻ പോയ സമയമോർക്കുക. എന്തിനാണ് മറിയം എന്നൊരു കൗമാരക്കാരി പെണ്ണ് കുളിക്കാൻ പോയ കഥ ഖുർആൻ എന്ന ലോകത്തിന്റെ വഴികാട്ടിയായ ഗ്രന്ഥത്തിൽ അല്ലാഹു പറഞ്ഞത്? അല്ലാഹു ചില ലക്ഷ്യത്തോടു കൂടിയാ പറഞ്ഞത്. ഒരൊറ്റ ആയത്ത് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പെണ്ണിന് നെഞ്ചത്ത് കൈവച്ചിട്ട് അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ അവള് മുത്തക്കിയാണ്. അല്ലാഹു അങ്ങനെയുള്ളവരെ പെടുത്തട്ടെ. കുളിക്കാൻ പോയ കഥ പറയാണ് ആര്? മറിയം റളിയല്ലാഹു അൻഹാ. അങ്ങനെ വിശാലമായ മരുഭൂമിയിൽ ചെന്നു. ഫത്തഖറതു മിൻ ദൂനിഹിം ഹിജാബാ. ആ വിശാലമായ മരുഭൂമിയിൽ മറിയം ഒരു ചെറിയ മറയുണ്ടാക്കി കുളിക്കാൻ പോയി. ശ്രദ്ധിച്ച് കേൾക്കണേ. വിശാലമായ മരുഭൂമി, ആരും കാണാനില്ല. ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമിയിൽ മറിയം കുളിക്കാൻ പോയപ്പോ എന്ത് ചെയ്തു? ഹിജാബ, ഒരു മറയുണ്ടാക്കി, എന്നിട്ട് കുളിച്ചു. ആരും കാണാനില്ലാത്തിടത്താണെങ്കിലും കുളിക്കുന്നവന് മറയുണ്ടാവണം എന്ന് പറഞ്ഞ ഇസ്ലാം ഇവിടെ നിന്നെ ആരും കാണാനില്ല, നീ ഒറ്റയ്ക്ക് കുളിക്കുന്നിടത്താണെങ്കിലും അവിടെയും നീ നാണം മറച്ചിട്ടേ കുളിക്കാവൂ എന്ന് പറഞ്ഞു കൊടുത്ത ഖുർആൻ ഇവിടെ മുട്ടുപൊക്കിളിന്റെ ഇടയിൽ തുറന്നിട്ട് ബെർമുടയും ഇട്ടിട്ട് അന്യ പെണ്ണിന്റെ മുമ്പിലൂടെ നടന്നു പോകുന്ന പുതുതലമുറ എവിടെ? ചിന്തിക്ക്. ഇതൊക്കെ പറയുമ്പോ ആർക്കും പിടിക്കൂല. ഈ മുരിയാര് പുരോഗമനത്തിനെതിരെ പുറംവാതില് അടഞ്ഞു നിൽക്കുന്ന പുരോഹിത വർഗമെന്ന കേൾക്കാൻ ഇമ്പമുള്ള ഒരു പേരിട്ടിട്ടാണ് ആളുകൾ വിളിക്കുക. മൂലിയാക്കന്മാരൊന്നിനും സമ്മതിക്കില്ല. ഇവിടെ മോനെ, വസ്ത്രം എന്ന് പറയുന്നത് ഒരു അലങ്കാരമാണ്. വസ്ത്രം എന്താ? വസ്ത്രം അലങ്കാരമാണ്. യാ ബനി ആദം ഉഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. പള്ളിയിൽ പോകുമ്പോ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം. കല്ലുമുണ്ടെടുത്തിട്ടല്ല പള്ളിയിൽ പോകേണ്ടത്. കല്ലുമുണ്ടെടുത്തിട്ട് പള്ളിയിൽ പോവാൻ പാടില്ല. പള്ളിയിൽ പോകുമ്പോ ഉള്ള വസ്ത്രത്തിൽ ഏറ്റവും നല്ല വസ്ത്രം കല്യാണത്തിന് കല്ലുമുണ്ട് തുണി അല്ലാഹ്. പള്ളിയിൽ പോകുമ്പോ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം. ഏത് ഇസ്ലാമുണ്ട് ഇങ്ങനെ? ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളല്ലേ? അല്ലാഹു പറയുകയാണ്, യാ ബനി ആദം, നിങ്ങളുടെ വസ്ത്രം അത് നിങ്ങളുടെ അലങ്കാരമാണ്. എവിടെ പോയാലും ആരും കാണാനില്ലാത്ത മരുഭൂമിയിൽ കുളിക്കാൻ പോയപ്പോ മറയുണ്ടാക്കി മറിയം. അതുകൊണ്ട് ആരുമില്ലാത്ത കുളിമുറിക്കുള്ളിലാണെങ്കിലും നിങ്ങൾ നഗ്നരായി കുളിക്കരുത്. അങ്ങനെ കുളിക്കൽ നിങ്ങൾക്ക് അനുവദനീയമല്ലെന്ന് വിശുദ്ധ ഇസ്ലാം.
ഇസ്ലാം നാണം മറക്കാൻ പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രമാണ്. ആ സമയത്തും അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ ചാരത്തുണ്ട്. നിങ്ങൾ നഗ്നരായി കുളിച്ചാൽ മലക്കുകൾക്ക് നാണമാണ്. ആ മലക്കുകൾ നാണം കാരണത്താൽ തലകുനിച്ചു പോകുമെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. നാണമുള്ളവന്റെ മതമാണ് ഇസ്ലാം. ആരുമില്ലാത്തിടത്തും നാണം മറക്കുക. ആ മരുഭൂമിയിൽ മറിയം അങ്ങനെ മറയുണ്ടാക്കിയ കുളിപ്പുരക്കുള്ളിൽ മറിയം ഇങ്ങനെ വെള്ളം കോരി കുളിക്കുമ്പോഴാണ് എന്റെ ജിബ്രീലിനെ ഞാൻ അവിടേക്ക് പറഞ്ഞു വിട്ടു. ഒരു സുന്ദരനായ പുരുഷന്റെ രൂപത്തിൽ ജിബ്രീൽ മറിയം കുളിക്കുന്ന കുളിപ്പുരയുടെ വാതിൽക്കലെത്തി. ഇനി കേൾക്ക്, ഇതാണ് പെണ്ണിന്റെ ലജ്ജ. ആരുമില്ലാത്ത പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ കുളിപ്പുരയുടെ വാതിലിൽ മറിയമെന്ന കൗമാര പെണ്ണ് കുളിക്കുന്നു. സുന്ദരനായൊരു പുരുഷൻ തലപൊക്കി നോക്കുമ്പോ സുന്ദരനായൊരു പുരുഷൻ കുളിമുറിയുടെ വാതിലിന്റെ ഭാഗത്ത് നിൽക്കുന്നു. എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്താ സംഭവിക്കുക? ആ സമയത്ത് നിലവിളിക്കും ബഹളം ഉണ്ടാക്കും. ഒന്നുകിൽ നിലവിളിക്കും ബഹളം ഉണ്ടാക്കും, അല്ലെങ്കിൽ അല്ലാഹു അലം. ഏതായാലും ഇവിടെ ഒരു പെണ്ണ്, ലജ്ജയുള്ള പെണ്ണ് ഒരന്യപുരുഷനെ ഒറ്റയ്ക്ക് കണ്ടാൽ അവൾ എങ്ങനെയാണ് അവളുടെ ലജ്ജയോടെയുള്ള പെരുമാറ്റമെന്ന് ഖുർആൻ കൃത്യമായി അതിനൊരു പിക്ചറൈസേഷൻ നമ്മുടെ മനസ്സിലുണ്ടായ മതി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖാലത്ത്, ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ മറിയം ബീവി പറഞ്ഞുവത്രേ. എന്തായിരിക്കും പറയാ? നമ്മുടെ പെണ്ണുങ്ങൾ പറയും, അല്ലാഹ് അതെന്ത് മനുഷ്യനായി ഇത് പടച്ചോനെ. ആട്ടുകാർ കണ്ടാ എന്ത് പറയും? ആളുകൾ കണ്ടാ എന്താ പറയും? നിങ്ങൾ ഈ കുളിമുറിയുടെ ഭാഗത്തുനിന്ന് മാറിയിക്കും. ഏത് പെണ്ണ് ആദ്യം പറയണ എന്താണെന്നറിയോ? നാട്ടുകാരുണ്ട് എന്ത് പറയും? ആളുകൾ കണ്ട എന്റെ ഭർത്താവ് ഇപ്പൊ ഇതിന് വരും. പെട്ടെന്ന് അവളുടെ ആശങ്ക പോകുന്നവിടെയൊക്കെ നാട്ടുകാരെന്ത് പറയും? മാറി നിൽക്കീൻ. യസ്തഖഫൂന മിനന്നാസി വലാ യസ്തഖഫൂന മിനല്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹനെയാണോ പേടി, നാട്ടുകാരെയാണോ പേടി? ഖുർആൻ ചോദിക്കുക, അല്ലാഹ് ചോദിക്കുക, വഹുവ മഅഹും. അല്ലാഹയല്ലേ എപ്പോഴും കൂടെ ഉള്ളത്? നാട്ടുകാരെപ്പോഴും കൂടെ ഇല്ലല്ലോ. ആരെയാ നിങ്ങൾക്ക് പേടി? മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞുവത്രേ, قالت إني أعوذ بالرحمن منك إن كنت تقيا. قالت മറിയം പറഞ്ഞു, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, ഏകനായ അല്ലാഹുവിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. ഞാൻ എന്റെ റബ്ബിനെ തൊട്ട് നിന്നോട് കാവലിനെ തേടുകയാണ്. ഇൻ കുന്ത തഖിയാ, നിനക്ക് അല്ലാഹനെ പേടിയുണ്ടെങ്കിൽ മാറി നിൽക്കണേ. നിനക്ക് നരകത്തെ പേടിയുണ്ടെങ്കിൽ, നിനക്ക് മഹ്ശറയെ പേടിയുണ്ടെങ്കിൽ, ഒരു അന്യചെറുപ്പക്കാരൻ ആരുമില്ലാത്ത മരുഭൂമിയിൽ വെച്ച് കണ്ടപ്പോ ആ പെണ്ണ് മറിയം പറഞ്ഞു അത്രേ, അല്ലാഹനെ പേടിയുണ്ടെങ്കിൽ മാറി നിൽക്കണേ. ആ സമയത്ത് ഞാൻ ചുരുക്കി പറയുകയാ, അവിടെ നിന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ പെണ്ണേ, ഖാല ഇന്നമാന റസൂലു റബ്ബികി ലിയഹബലകി ഗുലാമൻ സകിയാ. ഓ ചെറുപ്പനെ, ഖാല ഇന്നമാന റസൂലു റബ്ബികി, ഞാൻ അല്ലാഹു അയച്ചു വിട്ടൊരു ദൂതനാണ്. ഞാൻ ഇവിടെ നിന്റെ കുളിപ്പുരയിൽ വന്നതെന്തിനെന്നറിയോ? ലിയഹബലകി ഗുലാമൻ സകിയാ, ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരാൻ വന്നതാണ് മറിയമേ. ഇതേവരെ ഈ കൈരളി ആഡിറ്റോറിയത്തിൽ എന്റെ പ്രസംഗം കേട്ടിരുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിനക്ക് ഞാനൊരു കുഞ്ഞിനെ തരാൻ അല്ലാഹുവിന്റെ അനുമതിയോടെ വന്ന മാലാഖയാണെന്ന് ജിബ്രീൽ മറുപടി പറഞ്ഞപ്പോ മഹദിയായ മറിയം ബീവി പറഞ്ഞൊരു മറുപടി അല്ലാഹുവിന്റെ ഖുർആനിൽ ഇപ്പോഴും വരച്ചു കിടക്കുന്നുണ്ട്. ആ സമയത്ത് മറിയം ബീവി എന്ന 13-15 വയസ്സുള്ള കൗമാരക്കാരിയായ സ്ത്രീത്വത്തിന്റെ പ്രതീകമായ മറിയം റളിയല്ലാഹു തആല അൻഹ പറയാ, ഓ ചെറുപ്പക്കാരാ, ഖാലത്ത് അന്നാ യകൂനു ലീ ഗുലാം,
ഓ ചെറുപ്പക്കാരാ, എനിക്കെങ്ങനെ ഒരു കുഞ്ഞുണ്ടാവാനാണ്, എനിക്കെങ്ങനെ ഒരു കുഞ്ഞു പിറക്കാനാണ്? വലം യംസസ്നി ബശർ വലം യംസസ്നി ബശർ വലം യംസസ്നി ബശർ. ഇക്കാലം വരെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഇതേവരെ ഒരു പുരുഷനെന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല. ഞാനിത് പറയാനാണ് ഈ ചരിത്രം പറഞ്ഞത്. വലമ്മക്കു ബഗിയാ, ഞാൻ അങ്ങനെ വഴിതെറ്റ് നടക്കുന്നൊരു തെമ്മാടി പെണ്ണുമല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആരുമില്ലാത്ത ലോകത്ത് തന്നെ മുമ്പിൽ വന്ന ചെറുപ്പക്കാരനോട് ഇക്കാലം വരെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്റെ ശരീരത്തിലൊരു പരപുരുഷന്റെ സ്പർശനമേറ്റിട്ടില്ല എന്ന് പറയാൻ കഴിഞ്ഞ, മറിയം പറഞ്ഞതുപോലെ പറയാൻ കഴിയുന്ന ഏത് പെണ്ണാ, എത്ര പെണ്ണാ നമ്മുടെ ആധുനിക ലോകത്ത് ജീവിച്ചിരിക്കുന്നത്? ആരാ മറിയം ബീവി എന്നറിയോ? ചെറുപ്പത്തിലെ വാപ്പ മരിച്ചുപോയ ബൈത്തുൽ മുഖദ്ദസിലെ ഇമാമായിരുന്ന ഇമ്രാന്റെ മകളാണ്. അതിനുശേഷം ഉമ്മയും മരണപ്പെട്ടു പോയ, വാപ്പയും ഉമ്മയും ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട് അനാഥയായി ജീവിച്ച അവസാന മാതൃ സഹോദരനായ സക്കരിയ നബി വകഫലഹാ സക്കരിയ, മഹാനായ സക്കരിയ നബി എന്ന ഉമ്മാന്റെ സഹോദരന്റെ സംരക്ഷണയിൽ വളർന്നിട്ട് പോലും ചെറുപ്പത്തിലെ വാപ്പ മരിച്ച് ചെറുപ്പത്തിലെ ഉമ്മ നഷ്ടപ്പെട്ടു പോയിട്ടും 15 വയസ്സ് പ്രായപൂർത്തിയെത്തിയപ്പോ ലോകത്തിന് മുമ്പിൽ നെഞ്ചത്ത് കൈതൊട്ടിട്ട് മറിയം ബീവി പറഞ്ഞു, ഇല്ല ഇല്ല, ഇതേവരെ ജീവിതത്തിൽ എന്റെ പരപുരുഷന്റെ സ്പർശനം എന്റെ ശരീരത്തിലേറ്റിട്ടില്ലെന്ന് പറയാൻ കിടന്ന മറിയമിനെ പോലെ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഓരെ കണ്ടാലും ലജ്ജയോടെ മാറി നിൽക്കുന്ന അന്യപുരുഷന്റെ സ്പർശനം എന്റെ ശരീരത്തിലേറ്റാൽ അതെന്റെ ലജ്ജ ഇല്ലാതാവലാണ്, അതോടെ എന്റെ സ്വർഗം നഷ്ടപ്പെടലാണെന്ന് കരുതുന്ന ഒരു പെണ്ണിനെ നമുക്ക് കിട്ടിയ. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, പെണ്ണെ ഇദാ ഫാതകിൽ ഹയാഉ, എന്ന് നിന്റെ ലജ്ജ നഷ്ടപ്പെടുന്നുവോ, പെണ്ണെ എന്ന് നിനക്ക് ലജ്ജ നഷ്ടപ്പെടുന്നുവോ, ഫഫഅൽ മാ ശിഅ്തി, പിന്നെ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക, പിന്നെ നീ ചുംബന സമരത്തിൽ പങ്കെടുത്തുകൊള്ളുക, പിന്നെ നീ രാത്രിയിലെ നിശാക്ലബിൽ പോയിക്കൊള്ളുക. നിനക്ക് ലജ്ജ നഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ നീ ഗാനമേളയുടെ സദസ്സിലും ഏത് തോന്നിയാസത്തിനും നീ പോയിക്കൊള്ളുക. നിനക്ക് ലജ്ജയില്ലല്ലോ പെണ്ണെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഇദാ റുഫിയൽ ഹയാഉ മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് ലജ്ജ നഷ്ടപ്പെട്ടു പോയൊരു കാലം വന്നാൽ, ലജ്ജയില്ലാതെ അന്യ സമുദായത്തിലെ ചെറുപ്പക്കാരന്റെ കൈപിടിച്ചിട്ട് സ്വന്തം ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന എത്രയെത്രയോ പെണ്ണുങ്ങളുടെ കഥകൾ, കണ്ണീര് കുടിക്കുന്ന കുടുംബത്തിന്റെ തോരാത്ത കണ്ണുനീരുകൾ, ഇറങ്ങിപ്പോയ ഉമ്മാനെ നോക്കി വടിത്തണ്ണോട് പൊട്ടിക്കരയുന്ന പിഞ്ചുമക്കൾ. അല്ലാഹുവേ, വാർത്തകൾ കേൾക്കുമ്പോ ഈ ലോകം അവസാനിക്കാറായോ, കിടക്ക് പോയി സൂര്യൻ അസ്തമിക്കാറായോ, എവിടെയും കേൾക്കുന്നവരാണ് എങ്ങും ദജ്ജാലിന്റെ കാൽപ്പാടുകളാണ്, എവിടെയും ദജ്ജാലിന്റെ കാൽപ്പാടുകളാണ്, എല്ലാ ലോകാവസാനത്തിന്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇനി ലോകത്തിന് ഇനി ആയുസ്സൊന്നുമില്ല, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രകൃതി ശാസ്ത്രജ്ഞനായ സർ സ്റ്റീഫൻ ഹോക്കിംഗ് പോലും പറഞ്ഞു കഴിഞ്ഞു, 3 കാര്യങ്ങൾ നിങ്ങൾ പേടിക്കണേ. ഒന്ന്, അന്യഗ്രഹ ജീവികൾ ആധിപത്യം പുലരാൻ പോവുകയാണ്. ഹോക്കിംഗ് ആണ് പറയുന്നത്, അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എല്ലാം ആസന്നമായ പതനത്തിന് മുമ്പിലെത്തുമ്പോ എനിക്ക് നിങ്ങളോട് ഇതേവരെ പറഞ്ഞതിൽ നിന്ന് പറയാനുള്ളത്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പോരാ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പോരാ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സർവരെ ദീദാർ ഹുസ്നെ മുസ്തഫ കാ നാം ഹേ. ലോകത്തിന് ജീവിതത്തിൽ ബാക്കി വെക്കുന്ന ഏതെങ്കിലും അഭിലാഷമുണ്ടെങ്കിൽ അതെന്റെ പ്രവാചകന്റെ നാമമാണ്, എന്നെ മുത്തിന്റെ പേരിലുള്ള സലാത്താണ്. ലോകാവസാനത്തിന്റെ ഈ 4 അടയാളം ഞാൻ പറഞ്ഞപ്പോ ഇതെല്ലാം കേട്ട് അത്ഭുതത്തോടെ കൂറി നിൽക്കുന്നവരോട് ഒരേ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ
പറയാൻ അവസാനിപ്പിക്കട്ടെയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ സത്യദൂതരെ, മത്തസ്സാ, എന്നാണ് ഈ ലോകം അവസാനിക്കുന്നത് തിരുദൂതരെ? മത്തസ്സാ, എന്നാണ് ഈ ലോകം അവസാനിക്കുന്നത്? എന്നാണ് ഈ ലോകം അവസാനിക്കുന്നത് തിരുദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്നാണ് ലോകം അവസാനിക്കുക? ഞാൻ ഇപ്പൊ 4 അടയാളം പറഞ്ഞു. എല്ലാവർക്കും ഒരു ജിജ്ഞാസ ഉണ്ടാവും, എന്നാണ് ലോകം അവസാനിക്കുക? പറഞ്ഞുതരട്ടെ? ഞാൻ നേരത്തെ ലോകാവസാനം പ്രസംഗം പ്രസംഗിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് ലോകം അവസാനിക്കണം. അപ്പൊ അത് കേട്ട ഒരാൾ പറഞ്ഞു, ഏതായാലും വ്യാഴാഴ്ച വരെ സമാധാനമായി. അപ്പോഴും നമ്മളെ എന്തിക്കണം, വ്യാഴാഴ്ച ആയാലും തീരൂലല്ലോ എന്നാണ്. ലോകം അവസാനിക്കുറപ്പാണ്. പിന്നെ ഇടയിൽ ഒരു ചെറിയ ഹദീസ് സമകാലീന ലോകവുമായി ബന്ധപ്പെട്ടു എന്ന് മാത്രം. ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ, എപ്പോഴായിരിക്കും ലോകം അവസാനിക്കുക? അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലില്ലേ? ഉണ്ടോ? നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ടൊരു സഹാബി വെച്ച്, നബിയെ, എപ്പോഴായി ലോകം അവസാനിക്കുക? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, സഹാബി, വമാ അഅതലഹാ, നാളെ ലോകം അവസാനിച്ചെന്നിരിക്കട്ടെ, നാളെയെല്ലാം തകർന്നെന്നിരിക്കട്ടെ, നാളെയാണ് എല്ലാം തകരുന്നതെന്ന് ഉറപ്പാക്കുക. എല്ലാം തകർന്നു പ്രണയവും ദുഃഖവും വല്ലായ്മകളും വഴക്കും പിണക്കവും ചൊല്ലിപ്പകർത്തും കവിതയും കൊച്ചു കൈത്തണ്ട മിന്നിച്ച കടികാരമന്ത്രവും എല്ലാം അവസാനിച്ചു. നാളെയാണ് ലോകം അവസാനിക്കുന്നത്. നാളെയാണ് പടിഞ്ഞാറ് നിന്ന് സൂര്യനെ തുടക്കുന്നത്. നാളെയാണ് സർവ്വതും അവസാനിക്കുന്നതെല്ലാം തകർന്നു പ്രണയവും ദുഃഖവും വല്ലായ്മകളും വഴക്കും പിണക്കവും ചൊല്ലിപ്പകർത്തും കവിതയും കൊച്ചു കൈത്തണ്ട മിന്നിച്ച കടികാരമന്ത്രവും. എന്റെ ചുമരിലെ കടികാരം അനങ്ങുന്നില്ലല്ലോ. ഇല്ലടാ, നിന്റെ കടികാരം അനങ്ങുന്നുണ്ട്. അതിന്റെ ചുവട്ടിൽ വെള്ളത്തുണിയിൽ പുതപ്പിച്ച നിനക്കാണ് അനക്കമില്ലാത്തത്. നാളെയാണ് നിന്റെ അനക്കം അവസാനിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നീ എന്താണ് ജീവിതത്തിൽ സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്? ലോകം നാളെ അവസാനിച്ചു, തീർന്നു, നാളെ മരിക്കും ഉറപ്പാ. വമാഅത്തലഹ, എന്താ അതിനുവേണ്ടി നീ കയ്യിൽ ഒരുക്കി വെച്ചിരിക്കുന്നു? എന്തെങ്കിലും ഉണ്ടോ? നാളെ തീർന്നു, ഇനി ലോകം അവസാനിച്ചില്ല, നാളെ നീ മരിച്ചു എന്ന് ഉറപ്പിക്കുക. നാളേക്ക് വേണ്ടി നീ എന്താ ഒരുക്കി വെച്ചിരിക്കുന്നത്? ദുനിയാവിന്റെ കാര്യത്തിൽ നാളെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല കേട്ടാ. ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ പടച്ചോനെ? നാളെ കുറിച്ച് ചിന്തിക്കരുതെന്നാണ് ഖുർആൻ പറഞ്ഞത്. നമ്മൾ ഈ നാളെ കുറിച്ച് ചിന്തിക്കണോണ്ടാ പ്രശ്നം. ഇന്നിനെ കുറിച്ച് ചിന്തിക്കും, നാളെ ചിന്തിക്കാൻ പാടില്ല. ഇന്നത്തെ ഇതിനെ കുറിച്ച് ചിന്തിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാര് നമ്മൾ. ഇന്നത്തെ കുറിച്ച് മാത്രം ചിന്തിക്കാളൂ, നാളത്തെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. എന്നാ ഇന്നത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാ? ഈ ഇരിക്കുന്ന സദസ്സിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? നിങ്ങളിപ്പോ പറയായിരിക്കും നാദിർ ഷാ സാഹിബ്. അല്ല, ഈ ഓഡിറ്റോറിയം ഇരുന്നിട്ട് ഇന്നത്തെ സമ്പന്ന ഓഡിറ്റോറിയത്തിന്റെ മുതലാളിയല്ല, പിന്നെ വേറെ ആരും. അല്ലെങ്കിൽ നിങ്ങൾ പറയാം ആസാദ് ഭായി, അല്ലെങ്കിൽ നിങ്ങൾ നേരെ ആരെങ്കിലും പറയും ഇയാളാണ് ഇന്നത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. എന്റെ പച്ച പൊട്ടന്മാരെ, ഏറ്റവും വലിയ ഇന്നത്തെ സമ്പന്നൻ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. 3 കാര്യം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ. എത്ര? 3 കാര്യം ഈ ഇരിക്കുന്ന എന്റെയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നാദിർ ഷാ സാഹിബ് സമ്പന്നനല്ല, ആസാദ് സാഹിബും അല്ല, കഹാർ സാഹിബും അല്ല, പിന്നെ ആരാ? നമ്മളാണ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അസ്ബഹ, ആരെങ്കിലും രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കുമ്പോ, പള്ളിയിൽ സുബഹിന്റെ ബാങ്ക് മുടങ്ങിയവൻ രാവിലെ എഴുന്നേൽക്കുമ്പോ, വഹുവ റാഹത്തുൻ ഫീ അഹ്ലിഹി, അവന്റെ കുടുംബത്തിൽ വലിയ സമാധാനമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവന്റെ വീട്ടിൽ സമാധാനവും സന്തോഷവും കളിയാടുന്ന ഭവനമാണ്. അവന്റെ ഭാര്യയും അവന്റെ മക്കളും മാതാപിതാക്കളും കൂട്ടുകുടുംബാദികളും എഴുന്നേറ്റ് വരുമ്പോഴേ മുഖത്തെ ചിരികൾ
കണ്ടാൽ അവന്റെ കുടുംബത്തിന്റെ ഉള്ളിൽ വല്ലാത്ത സമാധാനമാണ്. അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവനവൻ വീട്ടിലെഴുന്നേൽക്കുമ്പോ രാവിലെ വീട്ടിൽ വലിയ സന്തോഷമാണ്. 2 വഅഫിയത്തൻ ഫീ ജസദിഹി, അവന്റെ ശരീരത്തിന് പരിപൂർണ ആരോഗ്യവുമുണ്ട്, രോഗങ്ങളില്ല. അന്നത്തെ ദിവസം അവന്റെ ഭാര്യ മക്കൾക്ക് അധ്വാനിച്ചു കൊടുക്കാൻ മൺവെട്ടിയെടുത്ത് കിളക്കാനുള്ള ആരോഗ്യം അവന്റെ ശരീരത്തിനുണ്ട്. വഅഫിയത്തൻ ഫീ ജസദിഹി, അവന്റെ ശരീരത്തിന് നല്ല ആരോഗ്യവുമുണ്ട്. 3 വഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തെ ദിവസം അവന്റെ ഭാര്യ മക്കൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണവും അവന്റെ കയ്യിലുണ്ട്. എന്നാൽ അവനാണ് അന്നത്തെ ഏറ്റവും വലിയ കോടീശ്വരനെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കോടീശ്വരന്മാരാക്കട്ടെ. നമ്മൾ വിചാരിച്ചത് ഓണത്തിന് 8 കോടി അടിച്ചവനാന്നല്ല. ഈ 3 എണ്ണം രാവിലെ എഴുന്നേൽക്കുമ്പോ കുടുംബത്തിന് സമാധാനമാണ്. ഞാൻ സുബഹി നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നപ്പോ എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ കയറിയപ്പോ എന്റെ വീടിന്റെ ഉള്ളിൽ നിന്ന് എന്റെ ഭാര്യയും എന്റെ പെൺമക്കളും ദുആ ചെയ്യുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞ്. ഇതാണ് വീട്ടിലെ സന്തോഷം. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഞാൻ പള്ളിയിൽ വന്നപ്പോ എന്റെ വീട്ടിന്റെ ഉമ്മറപ്പടിയിലെത്തിയപ്പോ എന്റെ വീടിന്റെ ഉള്ളിൽ നിന്ന് എന്റെ ഭാര്യയും എന്റെ പെൺമക്കളും എന്റെ സഹോദരിമാരും മാതാപിതാക്കളും എന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ അവര് നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിരുന്ന് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഖൈറസ് സ്വബാഹി വഖൈറൽ മസായി വഖൈറൽ ഖലായി വഖൈറൽ ഖദരി വഖൈറൽ ലൈലി വഖൈറൻ നഹാരി വഖൈറ മാ ജറാ ബിഹിൽ ഖലം. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വിധിച്ചതൊക്കെ ഖൈറാക്കണയല്ല. എന്റെ ഭർത്താവ് ജോലിക്കിറങ്ങുകയാണ്. വനഊദു ബിക മിൻ ശർരി സബാഹി വശർരിൽ മസായി വശർരിൽ ഖലായി വശർരിൽ ഖദരി. എന്റെ ഭർത്താവിനെ സർവ്വ ശർറിൽ നിന്ന് കാക്കണം, എന്റെ കുടുംബത്തെ കാക്കണം, എന്റെ മക്കളെ കാക്കണം. ഇന്ന് നീ ഞങ്ങൾക്ക് ഈ കൊച്ചു കുടുംബത്തിന് നീ ഇന്ന് വിധിച്ചതെല്ലാം ഖൈറാക്കി തരണയല്ല എന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ വീടിന്റെ ഉള്ളിലെ മുസല്ല വിരിച്ചിട്ട് ദുആ ചെയ്യുന്ന എന്റെ ഭാര്യയും പെൺമക്കളും ഉണ്ടെങ്കിൽ അതാണ് ഖൈറ്, അതാണ് ഖൈറ്. അതില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത്? എന്ത് അർത്ഥമാണുള്ളത്? വഅഫിയതൻ ഫീ ജസദിഹി, അവന്റെ ശരീരത്തിന് ആരോഗ്യവുമുണ്ട്. വഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തെ ദിവസത്തെ ഭക്ഷണവും കയ്യിലുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. അല്ലാഹു നമ്മളെ അന്നത്തെ സമ്പന്നന്മാരാക്കട്ടെ. എന്തുണ്ട്? വഇൻദഹു ഖൂതു യൗമിഹി, അന്നത്തെ ദിവസത്തേക്കുള്ള അന്നം കയ്യിലുണ്ട്. നാളെ ചിന്തിക്ക്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഖുർആന്റെ ആയത്താണ്. നാളെ അറിയില്ല. ഖുർആൻ പറഞ്ഞു നാളെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ നാളെ എന്ന് പറഞ്ഞിട്ട് ഇന്നേ വേവലാതിപ്പെടരുത്. വമാ തദ്രീ നഫ്സുൻ വമാദാ തക്സിബു ഗദാ, നാളെ എന്താണ് നിനക്ക് സംഭവിക്കുന്നതെന്നറിയില്ലല്ലോ. നാളെ നീ മരിക്കുമോ? നാളെ ഈ ശരീരത്തിൽ ശ്വാസമുണ്ടാകുമോ? നാളെ നിന്റെ മക്കള് നിന്നെ മയ്യത്തിൽ കെട്ടിപ്പിടിച്ച് കരയുമോ? അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്നു നീ കിടക്കുന്നേ. നാളെ നിനക്കറിയില്ലല്ലോ, നാളത്തെ അവസ്ഥ നിനക്കറിയില്ലല്ലോ. ഇന്നെന്റെ പള്ളിയിൽ കാരാളികോണം ജുമാ മസ്ജിദില് ഞങ്ങളുടെ ഇമാമ് ബഹുമാനനായ മഹീൻ മന്നാനി വഅദ് പറയുമ്പോ അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ഒരു സഹാബിയത്തനയുടെ കഥ പറഞ്ഞു. 30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹം മാരകമായ ക്യാൻസറിന്റെ ഉടമയായി. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. 30 വയസ്സുള്ള നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്തിരുന്ന നല്ല സുന്ദരമായ ഹാഫിളായ മനുഷ്യൻ, അദ്ദേഹം ക്യാൻസറിന്റെ ഉടമയായി. കുടുംബത്തിന്റെ ഏകാത്താണിയായ മകൻ ക്യാൻസർ പിടിപെട്ട് തളർന്നു കിടക്കുമ്പോ ആ ജീവിതഭാര ചുമലിലേറ്റി വാപ്പ, ഏക അത്താണി മകനാണ്, ആ മകനെ ചുമന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് വാങ്ങിക്കേണ്ട. ആ പ്രിയപ്പെട്ട ഉപ്പ ഈ ജീവിതഭാരം ഏറ്റെടുത്തു. ഈ മകനെ താങ്ങിയെടുത്തുകൊണ്ട് നടത്തേണ്ട ഉപ്പ
മകൻ ഒരു ദിവസം ക്യാൻസറിന്റെ ഇടയില് വല്ലാതെ ദാഹിച്ചു. കരിക്കെടുക്കാൻ വേണ്ടി തെങ്ങില് കയറിയതാണ്. പിടിവിട്ട് താഴോട്ട് വീണു ഉപ്പ. അതേപടി നട്ടല് തകർന്ന് ഉപ്പയും കിടപ്പിനായി. അല്ലാഹു കുടുംബത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഫൗക തദ്ബീരിനാ വലില്ലാഹി തഖ്ദീറു. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം, നമ്മൾ സ്വപ്നം കാണുന്നതിനപ്പുറം ജീവിതത്തിന് ചില യാഥാർത്ഥ്യമുണ്ട്. ദ മാൻ പ്രപ്പോസ്, ദ ഗോഡ് ഡിസ്പോസ്. മനുഷ്യൻ സ്വപ്നം കാണും, ദൈവം മുഴുവനും ക്യാൻസൽ. രണ്ടുപേരും കിടപ്പിനായി. അല്ല പറയുന്ന ഈ ദുനിയാവ് ഇങ്ങനെയാണ്. ചെലന്തിയുടെ വല പോലെ ദുർബലമാണ് ദുനിയാവ്. ഏത് സമയത്തും പൊട്ടിപ്പോകുന്ന ദുർബലമായ നൂലിഴകൾ കൊണ്ട് ചേർക്കപ്പെട്ടതാണ് ദുനിയാവ്. അതുകൊണ്ട് ദുനിയാവിന്റെ കാര്യത്തിൽ നാളത്തെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കരുത്. നാളത്തെ കാര്യം റബ്ബിന്റെ കയ്യിലിരിക്കുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ദുനിയാവിന്റെ കാര്യത്തിൽ നാളെ കുറിച്ച് ചിന്തിക്കരുതെന്ന് പറഞ്ഞ ഖുർആൻ തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ നാളെ കുറിച്ച് നീ ഗൗരവമായി ചിന്തിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഇതേ ഖുർആനിൽ അല്ലാഹു പറയാണ്, ഓ മനുഷ്യ, ഇത്തഖുല്ലാഹ്, അല്ലാഹനെ ഭയന്ന് ജീവിക്കണേ. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്കുള്ള ജീവിതത്തിൽ എന്താണ് കൈവെള്ളയിലുള്ളതെന്ന് വൽ തൻദുർ, ഓരോരുത്തരും സൂക്ഷ്മമായി ചിന്തിച്ചു കൊള്ളണേ. തൻദുർ എന്ന് പറഞ്ഞാൽ നന്നായി സൂക്ഷ്മമായി അപഗ്രഥിക്കുക എന്നാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ നാളെയില്ല. പക്ഷേ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് ആഖിറത്തിന് വേണ്ടി എന്താണ് നിങ്ങൾ ബാക്കി വെച്ചത്? അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആളെ 6 അടി മണ്ണിലേക്ക് പോയാൽ എന്താണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത് എന്ന് പറയാൻ കഴിയുമോ? ഈ തൊട്ടടുത്താണ് എന്റെ വന്ദനായ ഗുരുനാഥന്, എന്റെയും ബഹുമാനനായ അർഷദ് ഉസ്താദിന്റെയും മുനീർ മൗലവിയുടെയും ഒക്കെ വന്ദനായ ഗുരുനാഥൻ, നിങ്ങൾക്ക് വർക്കലക്കാരെ, നിങ്ങൾക്ക് സുപരിചിതനായ പ്രിയപ്പെട്ട വന്ദനായ ഗുരുനാഥൻ അൽഹാദ് ജഅഫർ സാദിഖ് മൗലാന നവ്വറല്ലാഹു മർക്കദ, മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആരാണ് മഹാനവറുകൾ? ജീവിതത്തിൽ ഭാര്യയുണ്ടായിട്ടില്ല, മക്കളുണ്ടായിട്ടില്ല, ഭാര്യയുമില്ല, മക്കളില്ല. ആ രീതിയിൽ അല്ലാഹു ഭൂമിയിലേക്ക് ജന്മം കൊടുത്തു. പക്ഷേ ഭാര്യയില്ലാതിരുന്നിട്ടും മക്കളില്ലാതിരുന്നിട്ടും മരിച്ചിട്ട് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ കേരളക്കരയിലെ 100 കണക്കിന് പണ്ഡിത കേസരികൾ ഇന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറാ. ബഹുമാനപ്പെട്ട ഉസ്താദിന് 10 മക്കളുണ്ടായിരുന്നെങ്കിൽ 10 പേരെ കരയൂ. തങ്ങളുടെ പ്രിയപ്പെട്ട ആത്മീയ പിതാവിന്റെ മയ്യത്തെടുത്ത് കബറിലേക്ക് വെക്കുമ്പോ ആ കബറിന്റെ മണ്ണിനെ മുഴുവനെ കണ്ണുനീര് കൊണ്ട് നനയിപ്പിച്ച് കളഞ്ഞ ആയിരക്കണക്കിന് ആലിമീങ്ങളും ഹാഫിളീങ്ങളുമാണ് ആ കബറിന്റെ ചാരത്തിരുന്ന് പൊട്ടിക്കരഞ്ഞത്. കാരണം ആ ഖദ്ദമത് ലിഗദിൻ, അത് നാളേക്കുള്ള സമ്പത്തായിരുന്നു. ഇന്നും എല്ലാ വർഷവും ബഹുമാനപ്പെട്ട മൗലാനായുടെ പേരില് ശിഷ്യന്മാര് ഖത്മുൽ ഖുർആൻ തീർക്കുന്നുണ്ട്. വാപ്പ മരിച്ചിട്ട് ആണ്ടായപ്പോ വാപ്പാനവത്ത മക്കളെത്ര? സ്വന്തം മക്കളുണ്ടായിട്ടില്ല, ഭാര്യ ഉണ്ടായിട്ടില്ല. ഇന്നും വർഷാവർഷം എന്നല്ല, ഈ വിനീതൻ വാഴ് പറയുന്ന ഓരോ രാത്രിയിലും എന്റെ വന്ദരായ ഗുരുനാഥന്മാരുടെ പേരിൽ എത്രയോ 10,000 ദുആ ചെയ്യാറുണ്ട്. എന്തെന്നറിയോ? ഞങ്ങൾക്കെല്ലാവർക്കും ആത്മീയ ഗുരുവായി ശിക്ഷണം നൽകിയ, എന്നെ ഇവിടം വരെ എത്തിച്ച് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എന്റെ ബഹുമാനനായ വന്ദനായ ഗുരുനാഥൻ, ബഹുമാനപ്പെട്ട അർഷദ് ഉസ്താദിന്റെ ഭാര്യാപിതാവ്, ബഹുമാനപ്പെട്ട നൂറുൽ ഹുദാ ശൈഖുനാ കോയ മൗലാന നവ്വറല്ലാഹു മർക്കദ, ആലുവ തോട്ടക്കാട്ടുകര പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് മയ്യത്തെടുത്തു വെക്കുമ്പോ
ആയിരക്കണക്കിന് വെള്ളവസ്ത്രം ധരിച്ച താടിയൻ തലപ്പാവും വെച്ച ആയിരക്കണക്കിന് ആലിമീങ്ങൾ പൊട്ടിക്കരഞ്ഞു, നൂറുകണക്കിന് ഹാഫുലീങ്ങൾ പൊട്ടിക്കരഞ്ഞു. ഖബറിലേക്ക് വെച്ചത് ഞങ്ങളുടെ ഉപ്പയല്ല, ഖബറിൽ വെച്ചത് ഞങ്ങളുടെ ഉമ്മയല്ല. ഉപ്പയെയും ഉമ്മയെയും മയ്യത്തടക്കുമ്പോഴും ഇത്രത്തോളം കരഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് തണല് തന്നത് ഈ ഉപ്പയും ഉമ്മയുമാണ്. ഉപ്പയെ കണ്ടതിനേക്കാളേറെ, ഉമ്മയുടെ ചാരത്ത് നിന്നതിനേക്കാളേറെ ഈ അവസാനം വരെ ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹം നിന്ന് വളർത്തിയത് ഈ ഗുരുനാഥന്മാരാണ്. ബഹുമാനപ്പെട്ട കോയ ഉസ്താദിന്റെ മയ്യത്തെ ഖബറിലോട്ട് വെക്കുമ്പോ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. ഉസ്താദിന്റെ മക്കൾ മാത്രമല്ല, നൂറുകണക്കിന് ആയിരക്കണക്കിന് പണ്ഡിതവരേണ്യര് ഇന്നും ഉസ്താദ് ഖബറിലേക്ക് പോയി ആയിരക്കണക്കിന് ശിഷ്യന്മാര് ഹാഫിളീങ്ങളും ആലിമീങ്ങളും മഹാനവറുകൾക്ക് വേണ്ടി ദിവസവും ദുആ ചെയ്യുന്നുണ്ട്, ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നുണ്ട്. കാരണം ഏതെന്നറിയുമോ? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി എന്റെ ഇവിടെ നാദിർ ഷാ സാഹിബിനെ ആദരിച്ചു. ഈ കാണുന്ന ആലിമീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ നാളെ മരിച്ചു കിടന്നാൽ സ്വന്തം മക്കള് കരയാൻ മറന്നാലും ഈ കുട്ടികൾ കരയാൻ മറക്കില്ല. അല്ലാഹുവേ, ഞങ്ങൾ കുണ്ണാനും ഉടുക്കാനും നന്ന മനുഷ്യനാണ് കിടക്കുന്നത്. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ ജീവിതമൊന്നും ജീവിതമല്ല, ദുനിയാവ് നിഴലാ, തേടിയാലോടുന്നതാ. പിടിക്കാൻ പോയാല് കബളിപ്പിച്ചോടുന്ന നിഴല് പോലെയാണ് ദുനിയാവ്. പൊട്ടിച്ചിരിച്ച് നീ നടക്കുമ്പോ, നിനക്കുള്ള കഫന്നുണി നിന്നെ നോക്കി ചിരിച്ചിരിക്കുമ്പോ അവസാനം പറയാനുള്ളത് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി എന്തെങ്കിലും ജീവിതത്തിൽ സമ്പാദിച്ചേക്കണേ, നാളേക്ക് വേണ്ടി എന്തെങ്കിലും ജീവിതത്തിൽ സമ്പാദിച്ചേക്കണേ. നാളേക്ക് വേണ്ടി കൈവെള്ളയിൽ എന്തെങ്കിലും ചുരുട്ടി വെച്ചിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പെങ്ങളെ കഴിയണേ. നമ്മുടെ മക്കള് നമ്മളെ ഓർക്കണമെന്നില്ല, നമ്മുടെ മക്കൾ ഓർക്കണമെന്നില്ല. കണ്ണ് കാണാത്ത പിതാവിനെ, ചെവി കേൾക്കാത്ത പിതാവിനെ, നടക്കാൻ കഴിയാത്ത പിതാവിനെ മേൽവിലാസം ഒട്ടിച്ച് ബാഗിന്റെ മുകളിൽ ഒട്ടിച്ചിട്ട് ഫ്ലൈറ്റ് കയറി നെടുമ്പാശ്ശേരിയിൽ ഇറക്കി വിട്ടിട്ട് തിരിച്ചുപോയ മക്കളാണ് ലോകത്ത് ജീവിക്കുന്നത്. നമുക്ക് വേണ്ടി നിർവ്യാജം കരയാൻ അൽഹംദുലില്ലാ ദാറുൽ കറമിൽ പഠിക്കുന്ന ഹാഫിളീങ്ങളാണിവർ. ഇവരെ വളർത്തി വലുതാക്കിയവർ, ഇവരെ അക്ഷരം പഠിപ്പിച്ചെടുത്തവർ, ഇവർക്ക് വേണ്ടി ഭക്ഷണവും വസ്ത്രവും കൊടുത്തവർ. നാളെ നീണ്ട് നിവർന്നിങ്ങനെ കിടക്കുമ്പോ എനിക്കൊന്ന് ശ്വാസം വിടണമെന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ലല്ലോ. എനിക്കൊന്ന് പ്രസംഗിക്കണമെന്നുണ്ട്, പക്ഷേ വാതുറക്കാൻ കഴിയുന്നില്ലല്ലോ. ആ സമയത്ത് ചാരത്തിരന്ന് അല്ലാഹുവേ, അല്ലാഹുവേ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാൻ ആരെ ഭൂമിയുടെ മുകളിൽ നമ്മൾ അവശേഷിപ്പിച്ചു പോകുന്നുവോ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്ത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സ്വത്തിനു വേണ്ടി നമ്മുടെ മക്കള് കലഹം കൂടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സന്മനസ്സുള്ളവർക്കോട്, നമുക്കുടെ പേരിലൊരു 10 സെന്റ് ഉണ്ട്, നമ്മുടെ പേരിലൊരു 50 സെന്റ് ഉണ്ട്. നമ്മൾ മരിച്ചാൽ അതിൽ നിന്നൊരു സെന്റ് പള്ളിക്ക് കൊടുത്തിട്ടൊന്ന് ദുആ ചെയ്യാൻ ആരുമുണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് ദാറുൽ കറം എന്ന ഹിഫ്ളുൽ ഖുർആൻ ഹാഫിളീങ്ങളായ മക്കൾ, ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാം. ആരുടെ മയ്യത്ത് കബറി വെച്ചാലും 3-ാമത്തെ ദിവസം കണ്ണഴുകിയിട്ട് താഴെ വീഴും. ഉടനെ മുഖമിൽ കാണുമേ ഗുഹ 2, കാണുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. കണ്ണഴുകി താഴെ വീഴും, മാംസമുരുകി താഴെ വീഴും. പക്ഷെ ഒരു ഹാഫിളിന്റെ മയ്യത്ത് കബറിലേക്ക് വെച്ചാൽ ഓടി വരുന്ന പുഴുക്കൾ പോലും ബഹുമാനിക്കുന്ന ഒരേ ഒരു ശരീരമേ ഉള്ളൂ. അത് വഹും ഹാഫിളുൽ ഖുർആൻ. അത് ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളീങ്ങളാണ്. അതിന് സേവകന്മാര് ഭാഗ്യവാന്മാരാണ്. ഇൻഷാ അല്ലാഹ് 24 മണിക്കൂറും ഖുർആൻ ഓതുന്ന ഈ ഹാഫിളീങ്ങൾ ദാറുൽ കറം ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ സംഘാടകർക്ക് ഒരാഗ്രഹമുണ്ട്, ഒരു 10 സെന്റ് വാങ്ങിച്ചിട്ട്, ഒരു 10 സെന്റെങ്കിലും വാങ്ങിച്ചിട്ട് അതിലൊരു കെട്ടിടമുണ്ടാക്കി ഈ കുഞ്ഞുങ്ങളെ അവിടെ ഇരുത്തിയിട്ട് ഖുർആൻ പഠിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഇൻഷാ അല്ലാഹ് ഒരു സ്ഥാവര വസ്തു വാങ്ങിക്കുന്ന സമയത്ത് ഒരു സെന്റ് ഞാൻ വാങ്ങിച്ചു കൊടുത്തേക്കാം എന്റെ വക, 1 സെന്റ് ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ വക, ഞങ്ങളുടെ കുടുംബത്തിന്റെ വക എന്ന ഒരാഗ്രഹത്തോടെ ഏൽക്കാൻ കഴിയുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, നമ്മുടെ ഉപ്പ മരിച്ചുപോയി, നമ്മുടെ ഉമ്മ മരിച്ചുപോയി, അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല, അവർ മരിച്ചുപോയവരുടെ പേരിൽ 1 സെന്റ് 2 സെന്റ് നമ്മൾ വാങ്ങിച്ച് ഹദിയ ചെയ്താൽ ഈ കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന് 24 മണിക്കൂറും ഖുർആൻ ഓതും. ആ ഓതുന്നതിന്റെ പ്രതിഫലം നമ്മുടെ ഉപ്പയുടെ ഉമ്മയുടെ ഖബറിലേക്ക് എത്തും. നമ്മൾ മരിച്ചാലും ഞാൻ എനിക്ക് വേണ്ടി ഖുർആൻ ഓതാൻ കുറെ പേരെ ആക്കിയിട്ടാണ് വന്നത്. ഖബറിലെ ആദ്യ രാത്രിയിൽ സുന്ദരനായ ഒരു പുരുഷന്റെ രൂപത്തിൽ വരും ഖുർആൻ. അനൽ ഖുർആനുല്ലദീ അസ്ഹർത ലൈലക, രാത്രിയിൽ ഉറക്കമളച്ച് നീ ഓതിയ ഖുർആനാണ് ഞാൻ. ഖബറിലെ ഏക കൂട്ടുകാരൻ ഖുർആനാണ്. അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരു പിരിവിന് വേണ്ടിയല്ല ഞാൻ വിഷയം അവസാനിപ്പിക്കുന്നു, ദുആ ചെയ്ത് പിരിയുന്നു. ആരെങ്കിലും സന്തോഷത്തോടെ ഈ സദസ്സിൽ നിന്ന് ആദ്യമായി 1 സെന്റ് അവരത് വാങ്ങിക്കുന്ന സമയത്ത്, ഇപ്പോഴൊന്നുമല്ല, വാങ്ങിക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് എന്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി നാളെ മരിച്ചാൽ എനിക്ക് വേണ്ടി ഖുർആൻ ഓതാൻ, എന്റെ മക്കളെ ഹാഫിളീങ്ങളാകാൻ, ഖുർആന്റെ അഹ്ലുകാരന്റെ കുടുംബത്തിലുണ്ടാവാൻ ഇൻഷാ അല്ലാഹ് ആ നിയ്യത്തോടുകൂടി 1 സെന്റ് സ്ഥലം ആരെങ്കിലും സന്തോഷത്തോടെ ഏൽക്കാൻ തയ്യാറുള്ളവർ അത് വാങ്ങിക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് അത് വാങ്ങിച്ചു കൊടുത്തേക്കാം. എന്റെ എല്ലാ സദസ്സിലും നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ചെയ്തുപോയ ചെറുതും വലുതുമായ അപരാധങ്ങൾ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹുവേ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വന്ധ്യരായ ഗുരുനദിമാർ ശൈഖുന കോയ മൗലാന അൻവർ അല്ലാഹു മർക്കദ, ബഹുമാനനായ ശൈഖുന ജഅഫർ സാദിഖ് മൗലാന അൻവർ അല്ലാഹു മർക്കദ, മഹാനവറുകളുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കണേ അല്ലാഹുവേ. സ്വർഗ പൂന്തോപ്പാക്കണേ തമ്പുരാനെ. സ്വർഗീയ ദറജകൾ ഉയർത്തി കൊടുക്കണേ അല്ലാഹുവേ. ഖബറിലേക്ക് സ്വർഗീയ പരിമളം നിറച്ചു കൊടുക്കണേ തമ്പുരാനെ. നാളെ ഞങ്ങൾ മരിച്ചു മണ്ണിന്റെ അടിയിലേക്ക് പോയാലും ഞങ്ങളെ ഓർക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു നല്ല സമൂഹത്തെ ഞങ്ങളുടെ പുറകിൽ നീ നിലനിർത്തി തരണേ അല്ലാഹുവേ. പടച്ചവനെ, മരണത്തോടെ മറന്നു പോകുന്ന കർമ്മങ്ങളായി ഞങ്ങളുടെ കർമ്മങ്ങളെ നീ മാറ്റല്ലേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളിൽ മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ആ രോഗത്തെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ അല്ലാഹുവേ, പണ്ട് ക്യാൻസറും ബ്രെയിൻ ട്യൂമറുമായിരുന്നു, ഇന്ന് ഡോക്ടർക്ക് പോലും പേര് പറയാൻ കഴിയാത്ത മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അല്ലാഹുവേ, മരണം വരെ ഞങ്ങൾ ആരെയും നീ മാരക രോഗത്തിൽ പെടുത്തല്ലേ അല്ലാഹുവേ. ശരീരം തളർന്നു പോകുന്ന, എഴുന്നേറ്റ് നിസ്കരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ചുറ്റും കൂടി നിൽക്കുന്നവർ ഇവനൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ദാരുണമായ അവസ്ഥയിൽ ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാഹുവേ. നീ ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യം അവസാനം വരെ നിലനിർത്തി തരണേ തമ്പുരാനെ. അവസാനം വരെ നിലനിർത്തി തരണേ അല്ലാഹുവേ, നിലനിർത്തി തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും രോഗാണുക്കൾ കൂടുകെട്ടി പാർക്കുന്നെങ്കിൽ പടച്ചവനെ, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഇതിനെ നിർവീര്യമാക്കണേ അല്ലാഹുവേ. മാരകമായ ക്യാൻസർ പിടിപെട്ടവർ, ഇന്ന് വിനീതന്റെ വീട്ടിലെത്തിയ പ്രിയപ്പെട്ട സഹോദരി, നീ പൂർണ്ണ ശിഫാ നൽകണേ അല്ലാഹുവേ, പൂർണ്ണ ശിഫാ നൽകണേ അല്ലാഹുവേ. പടച്ചവനെ തമ്പുരാനെ, കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കടബാധ്യത മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന കടബാധ്യത ഞങ്ങളിൽ ആർക്കും നീ വരുത്തല്ലേ തമ്പുരാനെ, നീ വരുത്തല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഇവിടെ ആദരവേറ്റെടുത്ത് ഏങ്ങിയ ബഹുമാന്യർ, അല്ലാഹു ഇതിന് പകരം നിന്റെ മുമ്പിൽ ആദരവ് നൽകണേ തമ്പുരാനെ. ജനങ്ങളുടെ ആദരവിനേക്കാളേറെ നിന്റെ മലായിക്കത്തുകളുടെ ആദരവ് നൽകണേ അല്ലാഹുവേ. നിന്റെ സ്വർഗത്തിന് ആദരവ് നൽകണേ തമ്പുരാനെ. ഞങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഈ സദസ്സിന്റെ സംഘാടനത്തിന് വേണ്ടി ഓടി നടന്നവർ അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. റഹ്മാനിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകർ, ദാറുൽ ഖുർആൻ ഹിഫ്ദുൽ ഖുർആന്റെ മുദരിസീങ്ങൾ, മുഅല്ലിമീങ്ങൾ, അല്ലാഹുവേ നീ ഇവർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. ഈ മക്കളെ നീ എത്രയും പെട്ടെന്ന് ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. അവരുടെ ഹൃദയത്തിൽ നീ ഖുർആൻ ഉറപ്പിച്ചു നിർത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയതെല്ലാം നീ നിലനിർത്തി തരണേ അല്ലാഹുവേ. സമ്പത്ത് നിന്റെ അനുഗ്രഹമാണ്, നിലനിർത്തി തരണേ അല്ലാഹ്. പാതിവടിയിൽ തിരിച്ചു പിടിക്കല്ലേ തമ്പുരാനെ. ആരോഗ്യം നിന്റെ അനുഗ്രഹമാണ്, തിരിച്ചു പിടിക്കല്ലേ അല്ലാഹുവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. അവരെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, അല്ലാഹുവേ നീ അവരെ മാരക രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്, പരീക്ഷിക്കല്ലേ അല്ലാഹ്.
ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹുവേ. മരിച്ചുപോയവരുടെ കബറിടം വിശാലമാക്കണേ അല്ലാഹുവേ. ജീവിതത്തിൽ വളർത്തി വലുതാക്കിയ പ്രിയപ്പെട്ട ഉമ്മ നീ ആഫിയത്തും ആരോഗ്യവും നൽകി സർവ്വരോഗത്തിന് നീ പൂർണ്ണ ശിഫാ നൽകണേ അല്ലാഹുവേ. പടച്ചവനെ തമ്പുരാനെ അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹാത്തുകളാക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ അവരെ ഭർത്താക്കന്മാരെ സൽസ്വഭാവികളാക്കി കൊടുക്കണേ അല്ലാഹുവേ. ജീവിതത്തിൽ സ്നേഹം നൽകണേ തമ്പുരാനെ. അവര് വളർത്തി വലുതാക്കുന്ന മക്കൾ നല്ല ഭാവി നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ പെൺമക്കളെ വഴികേടിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ലജ്ജയുള്ള പെൺമക്കളാക്കണേ അല്ലാഹുവേ. പടച്ചവനെ വഴിതെറ്റി മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ പെൺമക്കൾക്ക് നീ ഈമാൻ സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ അല്ലാഹുവേ, ഞങ്ങളുടെ പെൺമക്കൾക്ക് നീ ഈമാൻ കാത്തു സൂക്ഷിക്കാനുള്ള താക്കത്ത് നൽകണേ അല്ലാഹുവേ. പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ ഭാര്യമാർ അവർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. പടച്ചവനെ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും ഭാര്യമാർ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. സമാധാന ജീവിതം നൽകണേ അല്ലാഹുവേ. ഞങ്ങളുടെ ഭാര്യമാരൊരു രോഗത്തിൽ നീ പെടുത്തല്ലേ അല്ലാഹുവേ. ഞങ്ങളുടെ ഭാര്യമാർക്ക് രോഗം വന്നാൽ ഞങ്ങളുടെ വീടിന്റെ തൂണ് നഷ്ടപ്പെട്ടു അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ പരിപാലിക്കാൻ, ഞങ്ങളുടെ ഭക്ഷണം തയ്യാറാക്കി തരാൻ, ഞങ്ങളില്ലാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ മക്കൾക്ക് തർബിയത്ത് നൽകാൻ അവരല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. ആരോഗ്യത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹുവേ. ജീവിതത്തിൽ എന്നും താങ്ങും തണലുമായിരുന്ന എന്റെ പ്രിയപ്പെട്ടവൾ റബ്ബേ നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹുവേ. എല്ലാവിധ അവസ്ഥകളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. എല്ലാവിധ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാഹുവേ. ഒരു കൊച്ചുകൂരയിൽ ഒരുമിച്ച് കൂട്ടി അവസാനം വരെ സന്തോഷത്തോടെ ജീവിച്ച് ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ കിട്ടി സ്വർഗത്തിന്റെ സ്വർണ്ണക്കെട്ടിൽ ഒരുമിച്ചിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരിൽ പെടുത്തണേ അല്ലാഹുവേ. പടച്ചവനെ ഞങ്ങളുടെ വലിയ പ്രതീക്ഷ ഞങ്ങളുടെ പൊന്നു മക്കളിലാണ്. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹുവേ. ഇവിടെ നിൽക്കുന്ന ഓരോ ആണിന്റെയും പെണ്ണിന്റെയും പരീക്ഷ മക്കളിലാണ്. പിച്ച വെച്ച് നടക്കുന്ന കാലം മുതൽ മക്കളെ കണ്ട് സ്വപ്നം കണ്ടവർ അല്ലാഹുവേ, വളർന്നു വലുതാകുമ്പോ ആ മക്കളെ കൊണ്ട് ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയവർ ഞങ്ങളുടെ മക്കൾ കാരണത്താൽ ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കൽബിന്റെ കുട്ടികളാണ് അല്ലാഹുവേ. കൽബിൽ ഞങ്ങൾക്ക് ഏറ്റവും സ്നേഹം ഞങ്ങളുടെ പൊന്നുമക്കളോടാണ്. എത്ര ദുഃഖത്തോടെ കയറി വന്നാലും പൊന്നുമക്കളുടെ ചുണ്ടിലെ ചിരി കണ്ടാലും സർവ്വതും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മായും അല്ലാഹുവേ. ഞങ്ങളുടെ പൊന്നുമക്കളുടെ മുഖത്തെ പുഞ്ചിരി അങ്ങനെ തന്നെ നിലനിർത്തി തരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ വഴികേടിലാക്കല്ലേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കല്ലേ അല്ലാഹുവേ. അല്ലാഹുവേ, നാനാജാതി ഭൂതങ്ങളുടെയും പിശാചുകളുടെയും ഇടയിലാണ് ഞങ്ങളുടെ മക്കൾ സ്കൂളിൽ പോകുന്നതും വരുന്നതും. ഒരു ദുസ്വഭാവം ഞങ്ങളുടെ മക്കൾക്ക് വരുത്തല്ലേ അല്ലാഹുവേ. എന്തെങ്കിലും അവർക്കുണ്ടെങ്കിൽ നീ അത് മാറ്റി അവരെ സംസ്കരിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ലഹരിക്കടിമകളാക്കല്ലേ അല്ലാഹുവേ. പടച്ചവനെ ഞങ്ങളുടെ മക്കൾ കാരണത്താൽ മറ്റൊരാളുടെ മുമ്പിൽ തല കുനിച്ചു നിൽക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരണേ റബ്ബേ. ആലിമീങ്ങളാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ മക്കൾ ഖുർആൻ മുഴുവൻ കാണാതെ ഓതുന്നത് കണ്ട് ഹൃദയം കുളിരാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ തമ്പുരാനെ ഞങ്ങളുടെ മക്കളെ അവർ ഹാഫിളീങ്ങളായി ഖുർആൻ ഓതിക്കൊണ്ട് ഞങ്ങളുടെ മയ്യത്ത് ചുമക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചിട്ട് പള്ളിയുടെ മുമ്പിൽ വെക്കുമ്പോ ഉപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ആരുണ്ട്, ഉമ്മാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ആരുണ്ട് എന്ന് വിളിച്ചു ചോദിക്കുമ്പോ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കുന്ന ഹാഫിളീങ്ങളായ ആലിമീങ്ങളായ മക്കളെ തരണേ അല്ലാഹ്. ഞങ്ങളുടെ പുറകിലെ കൈകെട്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. ഇതെന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉപ്പയാണ്, ഇതെന്നെ നൊന്തു പ്രസവിച്ച ഉമ്മയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ. ഇവൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ എന്ന് കൽബുരുകി കണ്ണു നിറഞ്ഞു ദുആ ചെയ്യുന്ന മക്കളെ തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ പൊന്നു മക്കളെ അങ്ങനെ ആക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ അപകടത്തിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ. അപകട മരണത്തിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ. ഉമ്മാന്ന് വിളിച്ച് റോഡ് മുറിച്ചു കടന്ന് ഓടി വന്ന പൊന്നുമോൻ പാഞ്ഞു വന്ന ലോറിക്കടിയിൽപ്പെട്ട് പച്ച മാംസം ചിതറിത്തെറിച്ചപ്പോ അത് കണ്ടു നിന്ന ഉമ്മാടെ മാനസിക നിലയും തെറ്റി. അല്ലാഹുവേ, ഞങ്ങളുടെ പൊന്നു മക്കളെ നീ കാത്തോളണേ അല്ലാഹുവേ. ചീറിപ്പായുന്ന വാഹനങ്ങളുടെ ഇടയിൽ
അല്ലാഹുവേ, നിർവചിക്കാൻ കഴിയാത്ത ദുരന്തങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ മക്കൾ ഓടിപ്പാഞ്ഞ് നടക്കുന്നു. നിന്റെ കാവലിലാണ് അല്ലാഹുവേ. നീ ഞങ്ങളെ പല അപകടത്തിൽ നിന്ന് കാത്തതുപോലെ നീ കാക്കണേ അല്ലാ. പടച്ചവനെ തമ്പുരാനെ, ഞങ്ങളുടെ മക്കളെ മാരക രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. മക്കളെയും വേറി ആശുപത്രിയിൽ നടക്കേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാഹുവേ. പടച്ചവനെ, ഇവിടെ ഒരുമിച്ച് കൂടി ഒരു കച്ചവടക്കാരുണ്ട്, ബറക്കത്ത് നൽകണേ അല്ലാ. ഗൾഫുകാരുണ്ട്, ഗൾഫിൽ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, അപകട മരണത്തിൽ നിന്ന് കാക്കണേ അല്ലാ. ആക്സിഡന്റിൽ പെട്ട് ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി ആരും നോക്കാനില്ലാതെ നടുറോഡിൽ ചിതറിത്തെറിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാഹുവേ. ഏത് സമയത്ത് മരിച്ചാലും ഖുർആൻ ഓതി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഉറക്കെ പറഞ്ഞ് ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗം കണ്ട് മരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹുവേ. ഖബറിൽ വെക്കുമ്പോ ഖുർആൻ ഞങ്ങളുടെ കൂട്ടാക്കണേ അല്ലാ. സൽക്കർമ്മങ്ങൾ കൂട്ടാക്കണേ അല്ലാ. പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അർശിന്റെ തണൽ നൽകണേ അല്ലാ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ പിടിച്ച് ഹൗദുൽ കൗസർ കോരിക്കുടിച്ച് സ്വർഗത്തിൽ ഞങ്ങളെ എത്തിപ്പിക്കണേ അല്ലാഹുവേ. ഇവിടെ എത്തിയ ആലിമീങ്ങൾ, ഉലമാക്കൾ, ബഹുമാനനായ എന്റെ ഗുരുനാഥൻ കല്ലമ്പലം ഉസ്താദ് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. മക്കളെ സാലിഹീങ്ങളും സാലിഹാത്തുകളും ആക്കണേ അല്ലാ. ഭാര്യയോടൊത്ത് കുടുംബത്തോടൊത്ത് ഐശ്വര്യപൂർണമായ ജീവിതം നൽകണേ അല്ലാ. പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ദുനിയാവും ആഖിറവും നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ബഹുമാനരായ പണ്ഡിത വരേണ്യർ, ബഹുമാനരായ 4 പതിറ്റാണ്ട് ഇമാമത്ത് നിർവഹിച്ച ബഹുമാനനായ മുഹമ്മദ് കുഞ്ഞുസ്താദ് അവറുകൾ ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകണേ അല്ലാഹുവേ. ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകണേ അല്ലാഹുവേ. ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ തമ്പുരാനെ. മക്കളിൽ, കുടുംബങ്ങളിൽ, ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. പടച്ചവനെ, ഇതിനെ സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അല്ലാഹുവേ, ഈ സദസ്സിലെത്തിയ ഓരോരുത്തരും അവരെ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഞങ്ങളുടെ അയൽപക്കക്കാർ, അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, പടച്ചവനെ, ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചവർ, ഈ ദുനിയാവിൽ ഒരു കൊച്ചു വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ ആരും ഒഴിവാകാതെ സ്വർഗത്തിന്റെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവേ. മരണപ്പെട്ടു പോയ എന്റെ ഭാര്യ പിതാവിന്റെ കബറിടം നീ വിശാലമാക്കണേ അല്ലാ. കബറ് വെളിച്ചമാക്കണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാഹുവേ. ജീവിച്ചിരിക്കുന്ന ഭാര്യ മാതാവിന് ആഫിയത്തും ആരോഗ്യവും നൽകി അവസാനം വരെ നിന്റെ ഇബാദത്തിൽ മുഴുകി ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം നിലനിർത്തണേ അല്ലാഹുവേ. സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا ارحم آباءنا وأمهاتنا كما ربونا صغارا وصل على النبي المصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആയിൽ മറക്കരുത് എന്ന